നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്നോടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഓർഗനൈസ്ഡ് വാല്യൂ റീറ്റെയിൽ മാർക്കറ്റിനെ കുറിച്ചാണ്. ഈ കമ്പനി യഥാർത്ഥത്തിൽ വളരെ വിലക്കുറവിൽ, മറ്റ് റീറ്റെയിൽ മാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ സാധനങ്ങൾ നൽകുന്ന ഒരു റീറ്റെയിൽ മാർക്കറ്റാണ്. വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 30 ഇത് 834.67 കോടി രൂപയുടെ ഒരു ഇഷ്യൂ ആണെങ്കിലും അതിൽ 148 കോടി രൂപയ്ക്കുള്ളത് മാത്രമാണ് ഫ്രഷ് ഓഹരികൾ. ബാക്കി 686.67 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. ഇതിൻ്റെ പ്രത്യേകത, ഈ കമ്പനി രാകേഷ് ജുൻജുൻവാലയുടെ പിൻബലമുള്ള, അല്ലെങ്കിൽ അവരുടെ നിക്ഷേപം നല്ലപോലെയുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളതാണ്. അവരെ കൂടാതെ വളരെ പ്രസിദ്ധരായിട്ടുള്ള മറ്റ് പല നിക്ഷേപകരും ഈ കമ്പനിയുടെ പിന്നിലുണ്ട്. എന്തായാലും ഇതിൻ്റെ IPO വിശേഷത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 2017 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിയർ കമ്പനികൾ, അല്ലെങ്കിൽ ലിസ്റ്റഡ് പിയർ കമ്പനികളായിട്ടുള്ള V2 റീറ്റെയിലും വിമാർട്ട് റീറ്റെയിലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ബാസാർ സ്റ്റൈൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് സ്റ്റോറുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും റവന്യൂയുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് കമ്പനി. പിന്നെ മറ്റൊരു കാര്യം, ഈ ഈസ്റ്റേൺ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു റീറ്റെയിൽ ശൃംഖലയായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഇവർ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും അപ്പാരൽസാണ് പ്രധാനമായിട്ടും അവരുടെ പ്രോഡക്റ്റുകളായിട്ട് അല്ലെങ്കിൽ അവർ വിൽക്കുന്നത്. അത് കൂടാതെ ഈ ഹോം ഫർണിഷിംഗ് പ്രോഡക്ട്സും കമ്പനിയുടേതായിട്ട് ലഭിക്കുന്നതാണ്. ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്നുള്ള ഈ കമ്പനിക്ക് 153ഓളം സ്റ്റോറുകൾ 140 സിറ്റികളിലായിട്ടുണ്ട്. അതായത് പറയുകയാണെങ്കിൽ 1.4 ദശലക്ഷം സ്ക്വയർ ഫീറ്റ്, അതായത് 1.4 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് അവർക്ക് ആകെ റീറ്റെയിൽ ഷോപ്പ് ഉള്ളത്. അതിൻ്റെ ബ്രാൻഡ് നെയിം അവരിട്ടിരിക്കുന്നത് സ്റ്റൈൽ ബാസാർ എന്നാണ്. ബാസാർ സ്റ്റൈൽ എന്നുള്ളത് തിരിച്ച് സ്റ്റൈൽ ബാസാർ എന്നുള്ള പേരിലാണ് അവരുടെ സ്റ്റോറുകളെല്ലാം തന്നെ അറിയപ്പെടുന്നത്. 2023 ആദ്യത്തെ 3 ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അവർ വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലും ബീഹാർ, ആസാം ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏകദേശം 16ഓളം പുതിയ സ്റ്റോറുകളാണ് ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 7ഓളം പുതിയ സ്റ്റോറുകളും തുറക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2027 ഓടുകൂടിയിട്ട് ഈ റീറ്റെയിൽ മാർക്കറ്റുകൾ, അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റൈൽ ബസാർ അടക്കം V2 റീറ്റെയിൽ, വിമാർട്ട് റീറ്റെയിൽ, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഏകദേശം 8000ഓളം സ്റ്റോറുകൾ ഈസ്റ്റേൺ ഇന്ത്യയിലും നോർത്തേൺ ഇന്ത്യയിലും ഓപ്പൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് ഓരോ റീറ്റെയിലറും ഏകദേശം 800 മുതൽ 1000 സ്റ്റോർ വരെ ഓപ്പൺ ചെയ്യുമെന്നാണ് ഈ ഇൻഡസ്ട്രിയിലെ ഒരു കണക്ക്. ഇനി നമുക്ക് പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. പ്രദീപ് കുമാർ അഗർവാൾ, അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ലീഡിംഗ് പ്രൊമോട്ടറാണ്. അതോടൊപ്പം തന്നെ രോഹിത് കെരിയ, ശ്രേയാൻ സുരാന, ഭഗവാൻ പ്രസാദ്, രാജേന്ദ്രകുമാർ ഗുപ്തയുടെ ഫാമിലി ട്രസ്റ്റ്, അതുപോലെ ശ്രീ നരസിംഹ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇവരൊക്കെയാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 55.03% ഓഹരികളാണുള്ളത്. ബാക്കി ഓഹരികൾ മറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. പ്രധാന ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മരിച്ചുപോയ വലിയ ഇൻവെസ്റ്ററായിട്ട് അറിയപ്പെട്ടിരുന്ന, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന രാകേഷ് ജുൻജുൻവാലയുടെ പത്നി രേഖ ജുൻജുൻവാല, അതോടൊപ്പം തന്നെ കേവാൽ കിരൺ ക്ലോത്തിങ് ലിമിറ്റഡ്, അവരോടൊപ്പം തന്നെ ഹാൽദിറാം സ്നാക്സിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള മനോഹർലാൽ അഗർവാൾ, പിന്നെ സുപ്രീം ഇൻഡസ്ട്രീസിൻ്റെ ഫാമിലി ആയിട്ടുള്ള ബൂൺ ഫാമിലി, പിന്നെ ഇൻറ്റൻസീവ് സോഫ്റ്റ് ഷെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, അതോടൊപ്പം JK ജെയിൻ സ്പാർക്കി ഇന്ത്യ LLPയുടെ DK സുരാന, അജയ് കുമാർ ജെയിൻ ആൻഡ് സഞ്ജയ് കുമാർ ജെയിൻ,
ഇവരെല്ലാം അറിയപ്പെടുന്ന വലിയ ഇൻവെസ്റ്റേഴ്സാണ്. ഇവരെല്ലാം തന്നെ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഇതിൽ ഏകദേശം 686.67 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിൽ ആണെന്നറിയാം. അപ്പോൾ ഈ ഓഫർ ഫോർ സെയിലിൽ ഷെയർ വിൽക്കുന്നതിൽ പ്രധാനികൾ രാകേഷ് ജുൻജുൻവാലയുടെ പത്നി രേഖ ജുൻജുൻവാലയുണ്ട്. അവർ 27.23 ലക്ഷം ഓഹരികൾ വിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻറ്റൻസീവ് സോഫ്റ്റ് ഷെയർ പ്രൈവറ്റ് ലിമിറ്റഡ് അവർ ഒരു 22.4 ലക്ഷം ഓഹരികളും, ഇൻറ്റൻസീവ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു 14.87 ലക്ഷം ഓഹരികളും ഇക്കൂട്ടത്തിൽ ഈ ഇഷ്യൂവിനോടൊപ്പം തന്നെ വിറ്റഴിക്കുന്നുണ്ട് ഓഫർ ഫോർ സെയിലായിട്ട്. ഇനി മറ്റ് കീ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ EPS 3.14, PE റേഷ്യോ 123.89, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 10.32%, NAV 30.43 പെർ ഷെയർ എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിമാർട്ട് റീറ്റെയിലും V2 റീറ്റെയിലുമാണ്. അതോടൊപ്പം തന്നെ കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇഷ്യൂ നടത്തുന്നത്? നമുക്കറിയാം ഈ ഇഷ്യൂവിൽ ഒരു 148 കോടി രൂപയ്ക്കുള്ളതാണ് ഇപ്പോൾ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനിക്ക് ലഭിക്കുന്നത്. ആ പണം അവരെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ കടബാധ്യതകളും മറ്റും ചില പേയ്മെൻറ്റ്സും എല്ലാം കൊടുത്തു തീർക്കുന്ന, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സും എല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടൊരു 113.77 കോടി രൂപ അവർ വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ടോട്ടൽ ബോറോയിങ്സ് ഒരു 178 ക്രോസിൻ്റെ അടുത്ത് വരും. അതിൽ 113.77 കോടി രൂപയുടെ പേയ്മെൻറ്റ്സ് ഇപ്പോൾ അവർ ഇതിൽ നിന്ന് നൽകുന്നുണ്ട്. ബാക്കിയുള്ളത് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് എക്സ്പെൻസസിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ക്യാപിറ്റലും JM ഫിനാൻഷ്യൽസുമാണ് പ്രധാന ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡും. 2022 വർഷത്തിൽ വലിയ ഒരു ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ്, നെറ്റ് ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ വളരെ മികച്ച രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ റവന്യൂ വളരെ കുറവായിരുന്നു കമ്പയർഡ് ടു ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ നോക്കുകയാണെങ്കിൽ. 2022 551 കോടി രൂപയാണ്, 551.12 കോടി രൂപയായിരുന്നു അവരുടെ റവന്യൂ എങ്കിൽ ഇപ്പോൾ അത് 982.88 കോടി രൂപയാണ്. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2022 ലോസ് ആയിരുന്നു എന്ന് പറഞ്ഞത്, അത് 8.01 കോടിയുടെ ലോസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പുതുതായിട്ട് നോക്കുകയാണെങ്കിൽ 21.94 കോടിയുടെ ലാഭമാണ് 2024 കമ്പനിക്കുള്ളത്. അപ്പോൾ 2023 നിന്ന് 24 മാറ്റം നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ ഒരു 194.98 കോടിയുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 2023 നിന്ന് 24 വരുമ്പോൾ 16.84 കോടി രൂപയുടെ വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബാസാർ സ്റ്റൈൽ റീറ്റെയിലിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 3 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 370 രൂപ മുതൽ 389 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ കമ്പനി അവരുടെ എംപ്ലോയീസിന് മാത്രം പെർ ഷെയർ 35 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. ഫ്രഷ് ഓഹരികൾ 148 കോടി രൂപയ്ക്കുള്ളതുണ്ട്. അതുപോലെ ഓഫർ ഫോർ സെയിൽ 686.67 കോടി രൂപയ്ക്കുള്ളതാണ്. നമുക്കറിയാം പ്രധാന ഇൻവെസ്റ്റേഴ്സിൽ രേഖ ജുൻജുൻവാല അടക്കമുള്ള കുറേ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കൈവശമുള്ളതിൻ്റെ ഒരു പങ്ക് ഓഹരികൾ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അത് വലിയ ഭയപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. അവരുടെ കൈവശമുള്ള, അവർ നല്ല കാലത്ത് കമ്പനിക്ക് വേണ്ടിയിട്ട് പണം മുടക്കിയവരാണ്, അതിന് പിന്തുണ നൽകിയവരാണ്. ഈ അവസരത്തിൽ അവർ കുറച്ച് വിറ്റ് ലാഭമെടുക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ടോട്ടൽ IPO സൈസ് 834.67 കോടി രൂപയ്ക്കുള്ളത് വരും. 38 ഷെയറാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്, 15% HNIസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കമ്പനി കൊടുക്കുന്നത്. ഇത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണ്. ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് സെപ്റ്റംബർ 4 ആയിരിക്കും. അതുപോലെ ലിസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 6 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 2902.55 കോടി രൂപയ്ക്കുള്ളത് വരും.
എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിച്ചു നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഇപ്പോൾ 153ഓളം സ്റ്റോറുകളുള്ള ഈ കമ്പനി 2 വർഷത്തിനുള്ളിൽ തന്നെ, ഇപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യയിൽ മാത്രമാണ് ഇവർക്ക് പ്രാധാന്യമുള്ളത്, അത് നോർത്ത് ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കും. അതോടൊപ്പം ഏകദേശം 1000ഓളം സ്റ്റോറുകളുടെ നമ്പർ 1000ത്തിലേക്ക് എത്തിക്കാനാണ് അവരുടെ ലക്ഷ്യം. മാത്രമല്ല ഇത് വളരെ മികച്ച രീതിയിൽ ഇന്ത്യയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാനുള്ള ഒരു പദ്ധതി കൂടി കമ്പനി നൽകുന്നുണ്ട്. പിന്നെ ഇവരുടെ റവന്യൂ സൈഡും അതുപോലെ നെറ്റ് പ്രോഫിറ്റും നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ വളർച്ച പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷുവർ ബെറ്റ് തന്നെയാണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ്, സർപ്ലസ് ഫണ്ടുള്ളവർക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ ലിമിറ്റഡിൻ്റെ IPO വിശേഷം കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അടിയിൽ കാണുന്ന തംസപ്പ് ഒന്ന് പ്രസ് ചെയ്യാൻ മടിക്കണ്ട. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടണം. നിങ്ങൾ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.